ശബരിമലയിലെ കൊള്ള അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ കത്തി നിൽക്കുന്ന സമയം. അപ്പോൾ UDF കോൺഗ്രസ്സുകാരും ഒക്കെ ഈ ചർച്ച വളരെ വലിയ രീതിയിൽ അവർ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു പണിയുണ്ട്. ഈ ചർച്ചയൊന്നും നിർത്തണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം, ഒരു പ്രത്യേക സംഭവം ഉണ്ടാവണം, പ്രധാനപ്പെട്ട സംഭവം ഉണ്ടാവണം. അത് പണ്ട് സ്ഥിരമായിട്ട് CPM-കാർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഏതെങ്കിലും വളരെ വലിയൊരു അഴിമതി പ്രശ്നമോ എന്തെങ്കിലുമൊക്കെ കത്തി നിൽക്കുക, ആ ചർച്ച ആ സമയത്ത് ഒരു കൊലപാതകം, ഒന്നിലും ഒരു ഇരട്ട കൊലപാതകം അല്ലെങ്കിൽ ഒരു കൊലപാതകം അങ്ങ് നടക്കും. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പോവും, മാധ്യമങ്ങളും ഈ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യും, ആ രീതിയിൽ പോവും. ഇപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാര്യം, പേരാമ്പ്രയിലുള്ള ഒരു CKG കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്. അവിടുത്തെ ചെയർമാൻ സ്ഥാനം UDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. അതായത് സ്റ്റുഡൻസ് വിങ്ങിന് അത് കിട്ടിയതിൻ്റെ വലിയ ആഹ്ലാദ പ്രകടനം അവർ നടത്തി കഴിഞ്ഞപ്പോൾ അതിനെതിരെ DYFI-കാരും മാർക്സിസ്റ്റുകാരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് വലിയ കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കി. ഈ പ്രശ്നങ്ങളായി അവസാനം അത് ഒരു സംഘർഷത്തിൽ കലാശിച്ചു. ഇതിനെതിരെ UDF അവിടെ പേരാമ്പ്ര പഞ്ചായത്തിൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചു. ഈ ഹർത്താലിടെ ഉണ്ടായ സംഭവം, ഹർത്താൽ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പഞ്ചായത്ത് ഓഫീസ്, പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം നടക്കുന്നു. അവിടെ അത് ഇടതുമുന്നണി ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇടതുമുന്നണിക്കാരനാണ്. അപ്പോൾ അവിടെ പഞ്ചായത്ത് ഓഫീസർ അടപ്പിക്കാൻ ചെന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഇടതുമുന്നണിക്കാർ ഇതേപോലെ വലിയൊരു ജാഥ നടത്തി. നേരത്തെ ഈ ഹർത്താലിലുള്ള ആളുകളെ, ഹർത്താലിലെ UDF-കാരെ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട് അവരും ഒരു ജാഥ, പ്രതിഷേധ ജാഥ നടത്തി. ഈ രണ്ട് ജാഥയും കൂടെ മുഖാമുഖം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും? ഇടതുമുന്നണിയും വലതുമുന്നണിയും കൂടെ മുഖാമുഖം വന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പോലീസ് എവിടെ നിൽക്കും? സ്വാഭാവികമായി ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിൽക്കും. അതിന് കുറ്റമൊന്നും പറയാൻ ഒക്കത്തില്ല. കാരണം അങ്ങനെയാണല്ലോ പോലീസിനെ കൊണ്ടു നടക്കുന്നത്. അതുപോലെയാണ് പോലീസുകാർ ഇതെന്താ അനാവശ്യം കാണിച്ചാലും അതിനൊക്കെ ഉള്ള മാർഗ്ഗങ്ങളൊക്കെ അവർ കൊടുക്കും, എല്ലാം റെഡിയായി കൊടുക്കും. പോലീസിൻ്റെ പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. ആ രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രി അവരെ പരിപാലിക്കുന്നുണ്ട്, പോലീസിനെ നന്നായിട്ട്. കാരണം പോലീസ് അതുപോലെ പരിപാലിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം തിരിച്ചും അവരെ പരിപാലിക്കുന്നുണ്ട് വൃത്തിയായിട്ട്. അതറിയാവുന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളുടെ ഇടയിലേക്ക് ഷാഫി പറമ്പിൽ MP ആണ് കടന്നു വന്നു. ഷാഫി പറമ്പിലിനെ പോലീസുകാർക്കൊന്നും അറിയാൻ വയ്യാത്തല്ലോ. അയാളെ കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും, യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ അറിയാവുന്ന തന്നെ ഇപ്പം നമുക്ക് പറയാം, കേരളത്തിലുള്ളവർ എല്ലാവരും അറിയും. അത് അയാൾ അവിടെ വളരെ വലിയ മത്സരം കാഴ്ചവെച്ച് വടകര ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾക്കെതിരെ എപ്പോഴും അയാൾ ഒരു കണ്ണിലെ കരടായിട്ട് ഇടതുമുന്നണിക്ക് ഇരിക്കുകയാണ്. പോരെങ്കിൽ നമ്മുടെ ശ്രീമതി KK ശൈലജയാണ് ഈ ഷാഫി തോൽപ്പിച്ചത്. ദയനീയമായിട്ട് തോൽപ്പിച്ചു എന്നുള്ളതാണ്. അയാളെ അതിൽ അട്ടിമറിക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇനി അയാളെ കായികമായിട്ട് കൈകാര്യം ചെയ്യാനായിട്ടാണ് ഇപ്പോഴത്തെ ഒരു അവരുടെ ഏതാണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിലാണ് ഇടതുമുന്നണികളെ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷാഫി പറമ്പിൽ UDF പ്രവർത്തകർക്ക് ഇടയിലേക്ക്, കാരണം അവരുടെ ഇങ്ങനൊരു കാര്യമാകുമ്പോൾ അതിനിടയിലേക്ക് ഷാഫി പറമ്പിൽ വരാതിരിക്കാൻ പറ്റത്തില്ല. അയാൾ വന്നു കഴിഞ്ഞപ്പോൾ അയാളെ പോലീസ് ലാത്തി കൊണ്ട് അടിക്കുന്നത് മുഴുവൻ കാണാം. അപ്പോൾ ആദ്യം അയാൾക്ക് ഒരു ഗുരുതരമായ പരിക്കേറ്റു. അയാൾക്ക് ഒരുപാട് മുഖത്തൊക്കെ രക്തമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അയാൾ ഉണ്ടാക്കിയെടുത്തതാണെന്ന് ഒരു ഭാഷ്യം പറയുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പണ്ട് ശ്രീ ശിവദാസ മേനോൻ മറ്റൊരാൾക്ക് അടി കൊണ്ട് തല പൊട്ടിയ അതിൽ നിന്നുള്ള ബ്ലഡ് അത് വടിച്ചെടുത്ത് അയാളുടെ മുഖത്തും തലയിലും തേക്കുന്നതിൻ്റെ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ശരി, ഇനി അതെങ്ങാനും കണ്ടിട്ട് ഷാഫി ചെയ്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ ഷാഫിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷേ അതൊന്നും അല്ല സംഭവം. അയാൾ ചികിത്സയിലിരുന്നു. മാത്രമല്ല അയാൾക്ക് പരിക്കേറ്റില്ല എന്ന് പോലീസിന് പോലും ഒരു കേസില്ല. പോലീസിൻ്റെ പ്രസ്താവന എന്താണ്? റൂറൽ SP-യുടെ പ്രസ്താവന വന്നത്, അതായത് കണ്ണീർ വാതകം പ്രയോഗിച്ചപ്പം ഷാഫിക്ക് പരിക്കുപറ്റിയെന്നാണ്. കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ട് ഒരാളുടെ മൂക്കിൻ്റെ എല്ല് പൊട്ടുമോ?
എനിക്കറിയാൻ വയ്യ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊരു വലിയ കണ്ടുപിടുത്തമാണ്. അയാൾക്ക് താമ്രപത്രം കൊടുക്കണം കേട്ടോ അതിന്. കാരണം അത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോലീസിന് പോലും ഇയാൾക്ക് പരിക്ക് പറ്റിയില്ല എന്നൊരു കേസില്ല. പരിക്ക് പറ്റി, പക്ഷെ അത് കണ്ണീർ വാതകം പ്രയോഗിച്ചിട്ടാണ്. എന്നാൽ ചില മാർക്സിസ്റ്റുകാർ പറയുന്നത് എന്തെന്നറിയോ, ചിലപ്പോൾ കൈ തട്ടിയിട്ടുണ്ടാവാം. കൈ തട്ടിയതാണോ? ലാത്തി ചാർജ് അവിടെ നടന്നില്ല എന്ന് പോലീസും പറയുന്നു. ബാക്കി DYFIക്കാരും CPMകാരും ഒക്കെ വിളിച്ചു പറയുന്നു ലാത്തി ചാർജ് നടത്തില്ല, നാടകമാണ് ഷാഫിയുടെ എന്ന് പറഞ്ഞു. ലാത്തി കൊണ്ട് അടിക്കുന്ന പടം എല്ലാ മാധ്യമങ്ങളും എല്ലാവരും അതിൻ്റെ ഫുട്ടേജ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ലാത്തി കൊണ്ട് ഇയാളെ എയിം ചെയ്ത് ഇയാളെ തലയിൽ അടിക്കുന്നത് അത് കാണാം. അപ്പോൾ ഒരു MBA എടുത്ത് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പോലീസ് തയ്യാറാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ജനപ്രതിനിധിയാണ്. അയാളെ ഒരു കാരണവശാലും അയാളെ ശാരീരികമായി ഉപദ്രവിക്കാൻ പാടില്ല. അതിന് പറയുന്നത് എന്താ, ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന വന്നു. അത് വളരെ രസകരമാണ്. DYSPയുടെ കയ്യിൽ നിന്ന് ഷാഫി ഈ ഗ്രനേഡ് പിടിച്ചു പറിക്കാൻ ശ്രമിച്ചു. ഷാഫി ഇയാളുടെ കയ്യിൽ ഗ്രനേഡ് ഉണ്ടെന്ന് ഷാഫിക്ക് എങ്ങനെ അറിയാം? ഇയാൾ ഗ്രനേഡ് പൊക്കി പിടിച്ചോണ്ടെന്ന് നിന്നേ DYSP. മാത്രമല്ല, അങ്ങനെ ഒരു കാഴ്ച അതിൽ നിന്ന് കാണുന്നില്ല. ഈ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അത് കണ്ടാൽ തോന്നുകയല്ല. ഷാഫി ഇത് പിടിച്ചു പറിക്കാം. ഷാഫി അവിടെ ചെന്ന് അവിടെ ഉന്തുന്നെല്ലാം ഉണ്ടാവുന്ന കാര്യം നമുക്ക് കാണാം. കാരണം ഇടതുമുന്നണിയും വലതുമുന്നണിയും മുഖാമുഖം വന്ന് ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. അതിനകത്ത് പോലീസ് കയറി ഇടപെട്ടിട്ട് ഇടതുമുന്നണിക്കാരെ ആരെയും അടിക്കുന്നില്ലല്ലോ. നേരെ അടിക്കുന്നതെല്ലാം ഇങ്ങോട്ട് തന്നെയാണ് അടിക്കുന്നത്, ഇപ്പുറത്തോട്ട് ഈ വശത്തോട്ട്. ലാത്തി എത്തി അടിക്കുക ഓരോരുത്തന്മാർ വളരെ കഷ്ടപ്പെട്ട് അടിക്കുന്നത് കേട്ടോ. അത് നമുക്ക് അതിൽ നിന്ന് കാണാം. വിഷ്വൽസിൽ നിന്നെല്ലാം വളരെ ക്ലിയർ ആണ്. അപ്പോൾ അവിടെ ലാത്തി ചാർജ് നടന്നില്ല എന്ന്. ഇനി അന്നേരം വേറെ നേതാവ്, CPMൻ്റെ നേതാവ് പറയുന്നത് എന്താ പറയുക, ലാത്തി വീശി ഇവരെ ഓടിക്കാൻ വേണ്ടി ചെയ്ത് തന്നില്ല. അപ്പം ലാത്തി വീശി, അതേ ഉള്ളൂ, അടിച്ചില്ല. പക്ഷേ ഇത് വ്യക്തമായിട്ട് ക്ലിയറായിട്ട് അയാളെ എയിം ചെയ്ത് അടിക്കുന്നത് നമുക്കിതിൽ നിന്ന് കാണാം. പിന്നെ അയാൾക്ക് ആ അടിയിൽ പരിക്ക് പറ്റിയോ ഇല്ലോ എന്നുള്ളത് വേറെ കാര്യം. അത് ഡോക്ടർമാർ തീരുമാനിക്കേണ്ടതാണ്. നമുക്കറിയില്ല, എനിക്കറിയില്ല. ഏതായാലും അത് പറയാനും പറ്റുന്നില്ല, കാരണം ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്ത് പറയുന്നത് അയാൾക്ക് പരിക്ക് പറ്റിയ അയാൾ ചികിത്സ കഴിയാണ്. അപ്പോൾ അങ്ങനെ ചികിത്സ കഴിയുന്ന ഒരാൾ, അയാൾ മാത്രമല്ല അയാളുടെ തലയിൽ അടി കൊണ്ടു കഴിഞ്ഞാൽ രണ്ട് വിധത്തിൽ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം. ഒന്ന്, നമ്മുടെ നെയ്സൽ ബോൺ, അതായത് മൂക്കിൻ്റെ പാലം ഉണ്ടല്ലോ, അത് ഒടിയണം. അത് മൂക്കിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ പരിക്ക് പറ്റിയാലും ഒരല്പം കൂടുതൽ ഫോഴ്സ് വന്നാൽ പോലും, കൈ കൊണ്ട് ഇടിച്ചാലും പോലും, അല്ലെ കൈ തട്ടിയാൽ പോലും, വടി കൊണ്ട് അടിച്ചാൽ പോലും ഒക്കെ ഈ മൂക്കിൻ്റെ പാലം ഒടിയാം. അങ്ങനെ ഒടിഞ്ഞാലും ബ്ലഡ് വരും. ഇനി അതൊന്നുമല്ല, പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ മുഖത്ത്, നമ്മുടെ നെറ്റി ഭാഗത്ത്, അതായത് ഇവിടെ എവിടെയെങ്കിലും, അതുപോലെ നമ്മുടെ മൂക്കുമായിട്ട് ബന്ധമുള്ള ഒരു ഭാഗമുണ്ട്, നമ്മുടെ ഓർബിറ്റൽ റീജിയൻ, ഈ കണ്ണിൻ്റെ അവിടെ എവിടെയെങ്കിലും അടി കൊണ്ടാൽ പോലും, പറ്റിയാലും ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായാൽ അത് മൂക്കിൽ കൂടെ വരുള്ളൂ. അങ്ങനെ ഉണ്ടാവാം. അതുകൊണ്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന് അത് വരാൻ സാധ്യതയില്ല. അഭിനയമാണെന്നൊക്കെ പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല. കാരണം അയാളെ അടിക്കുന്നത് കണ്ടു. അടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇത് വരും, ബ്ലഡ് വരും. ഇനി ഇത് എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചർച്ച മാറും. ഇപ്പോൾ അയ്യപ്പനെ ഇനി ആർക്കും വേണ്ട. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് ഷാഫി പറമ്പിലിന് പരിക്കേറ്റോ, ഷാഫി പറമ്പിൽ അഭിനയിച്ചതാണോ എന്നൊക്കെ ഉള്ളതാണ്. അഭിനയിച്ചതല്ല, ഇതൊക്കെ നാടകമാണ്. ഷാഫി പറമ്പിൽ കാണിച്ച പേക്കൂത്ത് എല്ലാവരും കണ്ടു. ഞാൻ കണ്ടില്ല പേക്കൂത്തായിട്ട്. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇതുപോലെ സമരം പ്രതിഷേധം നടത്തുമ്പോൾ അങ്ങനെയാണെങ്കിൽ പേക്കൂത്ത് നടത്തും. നിങ്ങളാരും പേക്കൂത്ത് നടത്തത്തില്ലേ? അപ്പോൾ ഈ പേക്കൂത്ത് നടത്തുക എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിൻ്റെ സ്വന്തമാണ് പേക്കൂത്ത്. ഇതൊക്കെ പറയാൻ നാണമില്ലേ ഒരു രാഷ്ട്രീയക്കാർക്കൊക്കെ? ഒരു സമരം ചെയ്യും, ശരിയാണ്. അവിടെ ഒരു മന്ത്രിയെ അല്ലെ MLA അല്ലെ MP ഒക്കെ ഉപദ്രവിക്കുക, ശാരീരികമായി പോലീസ് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. അത് പോലീസിൻ്റെ ഭാഗത്ത് ആ തെറ്റുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയണം. ഷാഫിയെ അടിക്കാൻ പാടില്ലായിരുന്നു. ഇനി ലാത്തി വീശിയാലേ ആണോ ഇത് തലയ്ക്കടിക്കുന്നതാണ് കാണാനുള്ളത്? അവിടെ കൂടിയ ഇത് ഷാഫിയെ എയിം ചെയ്ത് അടിക്കുന്നത് നമുക്ക് കാണാം വൃത്തിയായിട്ട്. ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇനി അതിന് നമ്മുടെ പരിചയക്കുറവായിരിക്കും. കാരണം ഞാൻ ഈ സംഘർഷ സ്ഥലങ്ങളിൽ ഞാൻ പോയി കാണാൻ നിന്നിട്ടില്ല. അത് കാരണം എനിക്കറിഞ്ഞൂടാ. പക്ഷേ വിഷ്വൽസ് എല്ലാ ചാനലുകളും പ്രക്ഷേപണം ചെയ്ത വിഷ്വൽസ് ഞാൻ കണ്ടു. അതിൽ കൈരളി ഒഴികെ ബാക്കിയുള്ളതിലെല്ലാം കാണിച്ചു. ഏഷ്യാനെറ്റ് കാണിച്ചു, മാതൃഭൂമി കാണിച്ചു, അതുപോലെ തന്നെ മനോരമ കാണിച്ചു. റിപ്പീറ്റഡ്ലി മനോരമയുടെയാണ് ഏറ്റവും ക്ലിയറായിട്ട് അത് കാണിച്ചേക്കുന്നത്. മനോരമ കാണിച്ചു, പിന്നെ മീഡിയ 1 കാണിച്ചു, അതുപോലെ തന്നെ 24 ന്യൂസ് കാണിച്ചു,
പിന്നെ അങ്ങനെയുള്ള ചാനൽ, റിപ്പോർട്ടർ ചാനൽ, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിനകത്തെല്ലാം കാണുന്നത് ഷാഫിയുടെ തലയെ എയിം ചെയ്ത് പോലീസ് അടിക്കുന്നത് തന്നെ കണ്ടേക്കുന്നത്. അത് ലാത്തി കൊണ്ട് അടിക്കുന്ന കണ്ടേ, കൈ കൊണ്ടല്ല. ഇനി അടുത്ത ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഈ ചർച്ച നമ്മുടെ അയ്യപ്പൻ്റെ, ശബരിമല അയ്യപ്പ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചതിനെക്കുറിച്ചുള്ള ചർച്ച കത്തിക്കുക. ആകെപ്പാടെ അത് CPM വളരെ പ്രതിരോധത്തിലുമാണ്, അതിന് സംശയമൊന്നുമില്ല. അതിനകത്ത് യഥാർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങളൊന്നും നേരെ മുമ്പോട്ട് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അത് കുറച്ച് ഉദ്യോഗസ്ഥരുടെ തലയിലൊക്കെ കെട്ടിവെക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആവും. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനിയെങ്കിലും വാ തുറന്ന് പറയണം ഇതിൻ്റെ പുറയിൽ ആരാണെന്ന്. പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കട്ട പോയാണ്. അതിൽ അയാൾക്ക് ഒഴിഞ്ഞു മാറാൻ ഒക്കത്തില്ല. പിന്നെ ഇതിനകത്തെ തന്ത്രി പോലും ഉണ്ടല്ലോ. കാരണം തന്ത്രി കണ്ഠരര് രാജീവര് ഒപ്പിട്ടേക്കുന്നുണ്ടല്ലോ അതിനകത്ത്, ആ മഹസറിൽ. അത് തുടങ്ങി ആ ഒപ്പിട്ടേക്കുന്നവരെല്ലാം ഉണ്ട്. ആരൊക്കെ പ്രതിയാവും എന്നുള്ളതൊന്നും നമുക്കറിയാൻ വയ്യ. ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്, തെളിഞ്ഞു കാണുന്ന കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതിനകത്ത് മോഷണം തന്നെ നടന്നേക്കുന്നത്, സ്വർണ്ണ മോഷണം പോയിട്ടുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര എന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. അത് 1 ഗ്രാം പോയാലും, സ്വർണ്ണം മോഷണം പോയാലും മോഷണമാണ്. 1 രൂപ മോഷിച്ചുകൊണ്ട് പോയാലും മോഷണത്തിന് പ്രശ്നമൊന്നുമില്ല, പ്രത്യേകതയൊന്നുമില്ല, മോഷണം തന്നെയാണ്. ഇവിടെ നല്ല തുകയുടെ സ്വർണം പോയിട്ടുണ്ട്. അത് എത്രയാണെന്ന് ഇനി കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുകയാണ്. അതേ ഉള്ളൂ കാര്യം. അപ്പോൾ ചർച്ച ഈ രീതിയിൽ മാറിപ്പോകും. ഷാഫിയിലേക്ക് ചർച്ച മാറ്റാനുള്ള ഒരു ശ്രമമാണ്. അതിന് പറഞ്ഞ DYFIയുടെ നേതാവ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വിചിത്രമായ ഒരു കണ്ടെത്തലാണ് DYFI നേതാവിനുള്ളത് കേട്ടോ. അതായത് UDF അവർ അകപ്പെട്ടേക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. UDF എന്തോ പ്രതിസന്ധിയാണ് അകപ്പെട്ടേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളാരും കാണുന്നില്ല സുഹൃത്തെ UDFിൻ്റെ പ്രതിസന്ധി എന്താണെന്ന്. ഞാൻ കണ്ടേക്കുന്നത് ഇപ്പോൾ ഇടതുമുന്നണിയുടെ പ്രതിസന്ധി ഞാൻ കാണുന്നുണ്ട്. ശബരിമലയിലെ കൊള്ള, അതിനാദ്യം മറുപടി പറയട്ടെ, അതിനിങ്ങോട്ട് വരട്ടെ, എന്നിട്ടല്ലേ പിന്നെ ബാക്കി UDFിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ആണ് ഇങ്ങനൊരു കള്ളത്തരം ഷാഫി കാണിക്കുന്നതെന്നാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? നിങ്ങൾക്കടികൊണ്ട നിങ്ങൾക്ക് നോക്കത്തില്ലേ? പരിക്ക് പറ്റത്തില്ലേ? നിങ്ങളുടെ രക്തം ഒലിക്കത്തില്ലേ? അതാദ്യം ചിന്തിക്കുക. ഷാഫി നടത്തിയത് കള്ളക്കളിയാണ് എന്ന് ഇത് കണ്ടാൽ, ഈ വിഷ്വൽസ് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല.